ഇല്ല. ഉണ്ടോ? എന്താ അൽത്താഫ്? ഞാൻ വായിക്കണില്ല, എനിക്ക് കയ്യ വായിക്കാൻ. മോൾട്ടി ലൈറ്റിട്. മോൾട്ടി. ആ നിഷ അത് സുഖമാണോ ചോദിക്കുന്നുണ്ട്. ഉണ്ടോ മുത്തേന്ന്. കസിനോടുണ്ടോ ചോദിക്കുന്നുണ്ട് നിഷാദ്. ആദ്യ ലൈവില്ലേന്ന്. ആദ്യം കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ലൈവിന് എന്ത് പറ്റിയോ ആദ്യന്ന് 9 മണിക്ക്. ഞാൻ കിടക്കണ നേരത്ത് ഫസി നീ എന്നെ സോപ്പിടേണ്ട. എൻ്റെ ലൈവിനോ? അയ്യോ എൻ്റെ കണ്ണടിച്ചു പോയി. നിൻ്റെ കണ്ണല്ലേ പോയത്? കുഴപ്പമില്ലടാ, കയ്യിന് കുഴപ്പമില്ലായിരുന്നു അതിലേക്കും കമൻ്റ് ഇടാൻ. ഫസിത്ത നേരം കിടക്കുക. ഫസിത്തൊക്കെ നേരത്തെ ഉറങ്ങടി. ഫസിത്തൊക്കെ ഇപ്പം ലൈവ് കാരണം കുറച്ച് വഴുകണം. നീ നേരത്തെ ഉറങ്ങണ ആളാണ്. നിഷാദേ നീ കഴിച്ചില്ലേ? ഫസി പറയുന്നുണ്ട് നിഷാദ്. നിഷാദ് കാക്കു, സോറി നിഷ കാക്കു. കാക്കു അങ്ങോട്ട് വിളിക്കാൻ വരുന്നില്ലടാ. നീയാണതിലെ വീണ്ടും ഓർമ്മപ്പെടുത്തി കാക്കു ആണെന്ന്. നിഷാദ് ഞങ്ങൾക്ക് എന്നെ കണ്ണ് കാണുന്നില്ലേന്ന് ആദ്യം. നിഷാദിൻ്റെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്. കിളി പോയോ എന്നൊരു ഡൗട്ട്. ഫസി ആദ്യം ലൈവ് ഇടുന്നതിന് മുമ്പ് നമുക്ക് കിടന്നുറങ്ങാം. ഒരുപാട് ലൈവ് നടക്കുന്നുണ്ട്. എങ്ങനെ ആൾക്കാർ വരാനാ? അൽത്താഫ് ആയിക്കോട്ടെ. നിഷാദേ ഞാൻ സോപ്പിടാൻ വരുന്നില്ല, ഞാൻ ഒന്നിനെ സോപ്പിട്ട് വായിക്കുക, അത് മതി. അൽത്താഫ് പറഞ്ഞു നിഷാദേ കുറേ ലൈവിൽ ഞാൻ പോയി. അതെ എന്തിന്? എല്ലാവർക്കും സപ്പോർട്ടിനോ? തിരിച്ചും കൂടെ ആരും സപ്പോർട്ട് ചെയ്യൂല. ഞാൻ അങ്ങനെ കുറേ പോയതാ. ഇപ്പം ഏതോ രമ്യ ആ ലൈവിൽ ചെന്നപ്പോൾ നിഷാദ് നീ എന്താ കുറേ നേരം ലൈവ് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. ഞാനോ? ഫസി എന്നോടാണോ നീ ചോദിച്ചത്? ഫസി എന്നോടാണോ? ഹായ് ഫസി. നാളെ എനിക്ക് രാവിലെ 10 മണിക്ക് ലൈവ് ഇടാൻ പറ്റില്ല കേട്ടോ. 11 മണിക്കൊന്നും എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അതിന് പോകണം. നിർബന്ധമാണ് പോക്ക്. എല്ലാ ലൈവിലും 4-5 ആളുകൾ. ഷഹാന ലൈവിൽ 8. അപ്പോൾ കുഴപ്പമില്ല. എല്ലാ ലൈവിലും അത്രയൊക്കെ ഉണ്ടെങ്കിൽ. റിഷ ആ ലൈക്കടി കാക്കൂ. അതെ എന്തുണ്ടായടാ അൽത്താഫേ? എന്തുണ്ടായി? സോറി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഷാന വൈസ് ലൈവ് ഇട്ട ആൾക്കൂടും ഞാൻ കണ്ടു അൽത്താഫ്ന്ന്. നിഷാദേ റിഷാദേ പറ. റിഷാദേ എന്തൊക്കെയാ വിശേഷം? സുഖാണോ? ഞാനിന്ന് ലൈവ് ഇടാൻ പറ്റുമോ? എന്നോട്